ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത്. ഇവിടെ ഞങ്ങളിപ്പോൾ 2.5 പാത്രത്തിലാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 5 പാത്രം കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി തള വരുന്നവരെ മൂടി വയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരി നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ട്, അത് ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കുന്ന നെയ്ച്ചോറാണ്. അപ്പോൾ അതാണ് അരിയുടെ അളവൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കുന്നുണ്ട് അരി എങ്ങനെയായി എന്നിട്ട്. ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വറ്റാണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അധികമൊന്നും വേവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ വറുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നെയ്യിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. കുറച്ച് അതിന് മുകളിൽ കുറച്ച് ഗരം മസാല ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.